എക്സാലോജിക്കിനെതിരായ SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഇടക്കാല ഉത്തരവ് ഇന്നുണ്ടാകും. കർണാടക ഹൈക്കോടതിയുടെ ബംഗളൂരു പ്രിൻസിപ്പൽ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ജസ്റ്റിസ് M. നാഗപ്രസന്ന അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഉച്ചയ്ക്ക് 2:30 ഹർജി ഉത്തരവിനായി പരിഗണിക്കും. SFIO അന്വേഷണത്തിന് സ്റ്റേ ലഭിച്ചാൽ അത് വീണ വിജയന് ആശ്വാസമാകും. ഇല്ലെങ്കിൽ കനത്ത തിരിച്ചടിയും. കമ്പനി നിയമത്തിലെ 21-ാം വകുപ്പ് കരിനിയമമായി ഉപയോഗിക്കുന്നുവെന്നായിരുന്നു എക്സാലോജിക്കിന്റെ പ്രധാന വാദം. അതിന്റെ ഭാഗമായാണ് SFIO അന്വേഷണം. അതീവ ഗുരുതര സാഹചര്യങ്ങളിൽ മാത്രമാണ് SFIO അന്വേഷണം അനിവാര്യം. 2 കമ്പനികൾ സോഫ്റ്റ്വെയർ കൈമാറ്റം നടത്തിയതിന് SFIO അന്വേഷണം ആനുപാതികമല്ലെന്നും എക്സാലോജിക് വാദിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക് വേണ്ടി സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ അരവിന്ദ് P. ദത്തനാണ് ഹാജരായത്. ഇടതടവില്ലാതെ വിശദമായ അന്വേഷണത്തിനാണ് SFIO അന്വേഷണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ മറുപടി. അധികാര ദുർവിനിയോഗ സാധ്യത പരിശോധിക്കാൻ ഉത്തരവിടാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. ചില ഇടപാടുകൾ സംശയകരമാണെന്നും കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം വാദിക്കുന്നു. എക്സാലോജിക്ക് ഗുരുതര നിയമലംഘനം നടത്തിയെന്ന ഇടക്കാല തൽസ്ഥിതി റിപ്പോർട്ട് അനുസരിച്ചാണ് SFIO അന്വേഷണം. എക്സാലോജിക്കും CMRL-ഉം തമ്മിലുള്ള ചില സാമ്പത്തിക ഇടപാടുകൾ സംശയകരമാണ്. ഇതിനാലാണ് അന്വേഷണം. രാഷ്ട്രീയ നേതാക്കൾ 135 കോടി രൂപ വാങ്ങിയെന്നാണ് മൊഴി. അതിനാൽ തന്നെ കേസിൽ പൊതു താൽപര്യം ഉൾപ്പെടുമെന്നും SFIO വാദിക്കുന്നു. കേസിലെ അന്വേഷണത്തോട് എക്സാലോജിക്കിന് എതിർപ്പില്ല. SFIO അന്വേഷണത്തോട് മാത്രമാണ് എതിർപ്പ്. കമ്പനി നിയമത്തിലെ 202 വകുപ്പനുസരിച്ച് എക്സാലോജിക്കിൽ SFIO അന്വേഷണം നടത്തുന്നത് നിയമവിരുദ്ധമാണോ എന്നാണ് കോടതിയുടെ പരിശോധന. എക്സാലോജിക്കിന്റെ ഉപഹർജിയിലെ സ്റ്റേ ആവശ്യം അംഗീകരിക്കപ്പെട്ടാൽ വീണ വിജയന് ആശ്വാസമാകും. അല്ലെങ്കിൽ കനത്ത തിരിച്ചടിയാകും. രണ്ടായാലും വീണ വിജയന് ഈ ദിവസം നിർണായകമാണ്. തിരിച്ചടിയെങ്കിൽ ഇടക്കാല ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനാകും തീരുമാനം. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.